Hey guys, welcome back to NK. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു ഔട്ട്രോ അനിമേഷൻ, അതായത് ആ ഒരു ഔട്ട്രോ ടെക്സ്റ്റ് അനിമേഷൻ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റേഷ്യോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, ഒരു പ്രൊജക്റ്റ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റിൽ വന്ന ശേഷം നിങ്ങളുടെ എഡിറ്റിംഗ് നെയിം എന്താണോ അല്ലെങ്കിൽ ഏതൊരു ആനിമേഷനാണോ വേണ്ടത് അത് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ NK എഡിറ്റ്സ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ സെലക്ട് ഓൾ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, ഒരു ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ദെൻ ഇതേപോലെ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതുപോലെ കുറച്ച് ഇതേപോലെ ഒന്ന് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ജസ്റ്റ് ഇതേപോലെ ഒരു ലൈനിൽ വരുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. ദെൻ മൂവ് ആൻഡ് ട്രാൻസ്ഫോർ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നോർമൽ അഡ്ജസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിക്ക് കറക്റ്റ് സെറ്റ് ചെയ്യുക. നമ്മളിത് എന്ത് ചെയ്യുക, ഒരു വൈറ്റ് കളർ ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ അതുപോലെ ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇത്രയും സെറ്റ് ചെയ്ത ശേഷം ഇതിൽ ഫോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ദെൻ ഇതേപോലെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കീ ഫ്രെയിംസ് അതേപോലെ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്ടാംഗിൾ ആഡ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ കൊടുത്ത ശേഷം നമ്മൾ സെലക്ട് ഓൾ ലേയേഴ്സ് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ദെൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ 3Dയിൽ പോയി കഴിഞ്ഞാൽ സിലിണ്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, ഇവിടെ ഓറിയന്റേഷനിൽ ആൽഫയുടെ വാല്യൂ ഒന്ന് ഒരു -9 ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് റൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം, ഒന്ന് ഫസ്റ്റ് ഒന്ന് എൻഡിൽ. സോ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൽ വൈയുടെ വാല്യൂ ഒന്ന് ഒരു -69 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്യുക, ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ കയ്യിൽ വൈയുടെ വാല്യൂ വന്ന് ഒരു 136 ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്യുക. ദെൻ അത് ഇതേപോലെ എൻഡിലായിട്ടും സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് നമ്മൾ ഈ ഒരു കർവ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കർവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കർവ് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ബാക്ക് വരിക. ഇനി നമുക്കിവിടെ റേഡിയസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിപ്പോൾ ഒരു 100% ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മളൊന്നൊരു 58 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 58, ഒരു 58.5 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ദെൻ ലെങ്ത്തിൽ വരിക. ലെങ്ത്ത് വന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 316 ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോറി 316 ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ വൈയുടെ വാല്യൂ ഒന്ന് നമ്മൾ 0 ആക്കി കൊടുക്കുക. എക്സിൻ്റെത് 0 തന്നെ ഉണ്ടാവും, വൈയുടെ 0 ആക്കുക. അതുപോലെ സെഡിൻ്റെ നമ്മൾ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല, 600 തന്നെ സെറ്റ് ചെയ്യുക. then നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്കെയിലിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ഒരു 1.25 സെറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ ഇനി നമുക്ക് ലൈറ്റ് സോഴ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെറ്റ് ചെയ്തിട്ട് ഷെയ്ഡിങ്ങിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലാറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു സെൻറ്ററിലുണ്ടായ ലൈനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ദെൻ നമ്മൾ താഴേക്ക് വരിക, കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്, അതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നമ്മൾ ടെക്സ്ചർ ആൻഡ് മാപ്പിലിംഗ് വന്ന ശേഷം റിപ്പീറ്റ് എക്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, അത് വന്ന് അതായത് ഒരു വാല്യൂ കൊടുക്കാണ്ട് അവിടെ വന്ന് 0.75 ആക്കി കൊടുക്കുക. അതുപോലെ നമ്മൾ റിപ്പീറ്റ് വൈ എന്നുള്ളിടത്തും വന്ന ഒരു 0.75 ആക്കി കൊടുക്കുക. ഇതേപോലെ രണ്ട് വാല്യൂം 0.75 ആക്കി കൊടുക്കുക. ആംഗിൾ 0 തന്നെയാണ്, ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല. ക്രോപ്പ് വന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 2.15 എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു റേഞ്ചിലേക്ക് നല്ല രീതിക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോറി, ഈ ഒരു വാല്യൂ ആണ് കൊടുക്കേണ്ടത്, 1.215. ഓക്കെ, ഞാൻ ചെയ്യുമ്പോൾ മാറിപ്പോയതാണ്. ഓക്കെ, നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക, എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം, അതായത് ഓഫ്സെറ്റിൽ എക്സിൻ്റെ വാല്യൂ ഒന്ന് ഒരു 75 ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇതിലൊന്നും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിലൊരു ഗ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഡ്ജ് ഗ്ലോ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്യുക. ഇവിടെ വന്ന് നമ്മൾ സ്മൂത്തിങ്ങിൻ്റെ വാല്യൂ ഒന്ന് ഒരു 6.5 കറക്റ്റായി സെറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 6.5 സെറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ത്രഷോൾഡ് ഒന്ന് എന്ത് ചെയ്യുക, ഫുൾ ആക്കി കൊടുക്കുക. ഇതുപോലെ ത്രഷോൾഡ് കറക്റ്റ് ഫുൾ ആക്കി കൊടുക്കുക. ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്ലർ ഉണ്ടാവും, അതും വന്ന് നമ്മൾ ഫുൾ ആക്കി കൊടുക്കുക. ദെൻ ഇവിടെ താഴെയായിട്ട് കളർ സെലക്ട് ചെയ്യാണ്ട്, കളർ വന്ന് നിങ്ങൾ ഏത് ടെക്സ്റ്റിൻ്റെ കളറാണോ എടുത്തത് ആ ഒരു കളർ കൊടുക്കുക. ഞാൻ ഇപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് ഇവിടെയും കളർ വന്ന് എന്ത് ചെയ്യുക, വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ബാക്ക് വന്ന ശേഷം നമ്മൾ ആ ഒരു ലെയർ ഒന്നുകൂടി സെലക്ട് ചെയ്യുക, ബോർഡർ ആൻഡ് ഷാഡോയിൽ വരാം, ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഷാഡോയുടെ കളർ വന്ന് നമ്മൾ വൈറ്റ് ആക്കുകയാണ്. ഇതിൻ്റെ സൈസ് വന്ന് നമ്മളൊരു 150 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു 150 ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ആൽഫയുടെ വാല്യൂ വന്ന് ഒരു 75 ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 75 ഡിക്രീസ് ചെയ്യാണ്. അതുപോലെ നമ്മൾ അതായത് ഒരു പൊസിഷൻ വന്ന് രണ്ടും 0 സെറ്റ് ചെയ്യുക. ഓക്കെ,
ഒരു 3-ലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അതായത് കുറേ കാലമായി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഏകദേശം എത്ര വാല്യൂസ് ഒക്കെയാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ. സോ നമുക്കിതാ ഈ ഒരു റൊട്ടേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ മുകളിലുള്ള ലെയർ സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ മിറർ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ഉണ്ട്. അത് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്ത ശേഷം അത് ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ വെർട്ടിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കാം. ഓക്കെ. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് അത് ഇതേപോലെ എന്ത് ചെയ്യുക, ഒന്ന് മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ റൊട്ടേറ്റിൽ വന്ന ശേഷം ഒരു 180 വരെ നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഫോണിൻ്റെ ഒരു ചെറിയ ലാഗ് ആണ്. അതായത് സ്റ്റോറേജ് നിറയാനായി. ഓക്കെ. നമ്മൾ ആ ഒരു എഫക്ട്സിൽ വന്നിട്ട് ആ ഒരു മിറർ വന്ന് ഏറ്റവും ടോപ്പിലേക്ക് സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയറിൻ്റെ ആണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയറിൽ മിറർ ഏറ്റവും ടോപ്പിലായി സെറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ഈ ഒരു രീതിക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ടാവും. സോ ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം വന്നിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഓൾ ലേയേഴ്സ് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. ഇനി നമുക്ക് ആ ഒരു സൂമിനാണ് കൊടുക്കേണ്ടത്. സോ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക, സ്കെയിൽ ടൂളിൽ വരിക, ആസ് യൂഷ്വൽ 2 കീ ഫ്രെയിംസ്, ഫസ്റ്റിൽ എൻഡിൽ. രണ്ടാമത്തെ കീ ഫ്രെയിമിന്റെ വാല്യൂ നമ്മൾ 0ലേക്ക് അല്ലെങ്കിൽ ഒരു 8 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഫസ്റ്റിലെ കീ ഫ്രെയിം പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സൂമാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, ഇതുപോലെ നല്ല രീതിക്ക് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിപ്പോൾ എനിക്ക് ലാഗ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കാണുന്നത്, അതായത് വിട്ട് വിട്ട് പോകുന്ന പോലെ. സോ ഈ ഒരു രീതിക്ക് ഞാൻ ചെയ്യുകയാണ്. ചില സമയം ഇത് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്രമാത്രം ചെയ്ത് ഞാൻ നിർത്തുന്നു. സോ അതായത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇത് ക്രാഷ് ആയിട്ട് ആദ്യം ഓപ്പൺ ആവുന്ന ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലൈറ്റ് മോഷനിൽ. സോ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഫസ്റ്റിലും എൻഡിലുമായിട്ട് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ഓക്കെ. ഈ ഒരു കർവ് ഈ ഒരു രീതിക്കുള്ള ഒരു കർവ് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ബാക്ക് വരിക. അപ്പോൾ നമ്മളിതപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്കുള്ള ഒരു ഔട്ട്ഡ്രോ ആനിമേഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എഗെയിൻ എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വന്ന ശേഷം ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്തിട്ട് ഇന്ന് വന്ന് ഒരു 0.20ൽ സെറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ ഔട്ട് വന്ന ഒരു 0.30ലും സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എഡിറ്റർ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.